നോക്കാം വാർത്തകളിലേക്ക് വിശദമായി തന്നെ ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ 5ാം പ്രതി. സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശിവശങ്കറിനെ പ്രതി ചേർത്തത്. തിരുവനന്തപുരം സ്വദേശി യദു കൃഷ്ണനെയും കേസിൽ പ്രതി ചേർത്തു. ED അറസ്റ്റ് ചെയ്ത ശിവശങ്കറിനെ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കി. അതിനുശേഷം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കും. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സുവി വിശ്വനാഥനും രാഷ്ട്രീയ വിശകലനങ്ങളുമായി വി അരുൺ തിരുവനന്തപുരത്തും ചേരുന്നു. ആദ്യം സുവിയിലേക്ക്. സുവി, ഇപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയനാക്കിക്കൊണ്ടിരിക്കുകയാണോ? ED അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണോ സാധ്യത? വിവരങ്ങളിലേക്ക്. അപർണ, ഇന്നലെ രാത്രിയോടുകൂടിയാണ് എം ശിവശങ്കറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന വിശദമായി തന്നെ നടത്തുന്നുണ്ട്. നേരത്തെ മുതൽ തന്നെ നമുക്കറിയാം, പ്രായാധിക്യമുള്ള ആളാണ്. അദ്ദേഹത്തിന് നിരവധി അസുഖങ്ങൾ അലട്ടുന്നുണ്ട്. ആ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇതിനുശേഷം അദ്ദേഹത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കും എന്നാണ് പറയുന്നത്. അതിൽ ചിലപ്പോൾ അദ്ദേഹത്തെ വൈദ്യപരിശോധന നടത്തി പൂർത്തിയാക്കിയതിനു ശേഷം ആദ്യം ED ഓഫീസിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ഉച്ചയോടുകൂടിയായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ലൈഫ് മിഷൻ കോഴക്കേസിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും എം ശിവശങ്കറിനെ 5ാം പ്രതിയാക്കുകയും ചെയ്തിരിക്കുകയാണ്. 5ാം പ്രതിയാണ് കേസിൽ എം ശിവശങ്കർ. കൃത്യമായ തെളിവുകൾ എം ശിവശങ്കറിനെതിരെ ഉണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. ഏതായാലും സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ജയിലിൽ വെച്ച് സ്വപ്ന സുരേഷ് നൽകിയ ഒരു മൊഴിയിൽ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് 6 കോടി രൂപ നൽകിയിരുന്നു എന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിൽ ഈജിപ്ഷ്യൻ പൗരനായ ഖാലിദിന് 3.80 പണം മാത്രമാണ് കോടി രൂപ മാത്രമാണ് ലഭിച്ചിരുന്നത്. ബാക്കി പണം എവിടെ പോയി എന്ന അന്വേഷണം നടത്തിയപ്പോഴാണ് സ്വപ്ന സുരേഷിന്റെയും ചാർട്ടേഡ് അക്കൗണ്ടന്റായ വേണുഗോപാലിന്റെയും എം ശിവശങ്കറിന്റെയും സംയുക്തത്തിലുള്ള ലോക്കറിൽ നിന്ന് 1 കോടി രൂപ കണ്ടെടുക്കുന്നത്. ഈ 1 കോടി രൂപ എം ശിവശങ്കറിന്റേതാണ് എന്ന് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയോടുകൂടിയാണ് ഈ കേസിലേക്ക് എം ശിവശങ്കർ ഉൾപ്പെടുന്നത്. ഏതായാലും അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി അദ്ദേഹം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് 3 ദിവസമായി ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അദ്ദേഹത്തെ വിരമിക്കൽ ദിവസമാണ് ആദ്യഘട്ടത്തിൽ വിളിച്ചു വരുത്തിയിരുന്നത്. എന്നാൽ അന്ന് ഹാജരാകാൻ സാധിക്കില്ല എന്ന് എം ശിവശങ്കർ അറിയിച്ചിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ നടത്തിയത്. ഏതായാലും എം ശിവശങ്കറിനെ വിളിച്ചു വരുത്തുന്നതിന് തൊട്ട് മുൻപ് സരിത്തിനെയും സന്ദീപ് നായരെയും സ്വപ്ന സുരേഷിനെയും വിളിച്ചു വരുത്തുകയും അവരെ ഒറ്റയ്ക്കും ഒരുമിച്ചിരുത്തുകയും ചോദ്യം ചെയ്യലുകൾ നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും കുറ്റസമ്മത മൊഴി ഇല്ലാതെയാണ് എം ശിവശങ്കറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് എം ശിവശങ്കറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കുറ്റസമ്മത മൊഴി ഏറെ നിർണായകമാണ് ഈ കേസിൽ. ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും അദ്ദേഹത്തെ ഇനി ലഭിക്കുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഏതായാലും ഇന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും. ആ സമയത്ത് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡി അപേക്ഷ നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കസ്റ്റഡി അപേക്ഷയിൽ നാളെ പരിഗണിക്കുകയും വീണ്ടും കസ്റ്റഡിയിൽ ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഒരു വിരമിച്ച IAS ഉദ്യോഗസ്ഥനിൽ നിന്ന് EDക്ക് ചോദിച്ചറിയാൻ ഉണ്ടായിരിക്കുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ്, NIA ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്തപ്പോഴെല്ലാം തന്നെ തനിക്ക് ഇതുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇതിലേക്ക് വലിച്ചിഴക്കരുത് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു മറുപടി ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ വിരമിച്ച വേളയിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും മൊഴികൾ ഈ എം ശിവശങ്കറിൽ നിന്ന് ലഭിക്കുമോ, മുഖ്യമന്ത്രിയുടെ വിനീതദാസനായ എം ശിവശങ്കറിൽ നിന്ന് ലഭിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഒപ്പം തന്നെ ഇത് രാഷ്ട്രീയമായും CPMനെ ഏത് രീതിയിലായിരിക്കും CPM ഇത് കൈകാര്യം ചെയ്യുക എന്നതും നോക്കിക്കാണേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ എം ശിവശങ്കറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുകയാണ്. ഒപ്പം ഈ സന്തോഷ് ഈപ്പൻ, യൂണിടാക് MD ആയ സന്തോഷ് ഈപ്പന് ശിവശങ്കറിന് പരിചയപ്പെടുത്തി നൽകിയത് സരിത്താണ്. അദ്ദേഹം അതിനുശേഷം പരിചയപ്പെടുത്തിയതിനു ശേഷം ലൈഫ് മിഷൻ പദ്ധതിയുടെ ചുമതലക്കാരൻ എന്ന രീതിയിൽ
വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് രാഷ്ട്രീയ വിശകലനങ്ങളുമായി ചേരുമ്പോൾ അരുൺ, സർക്കാരിന് ഇതിൽ എന്താണ് ബന്ധം? സർക്കാരിന് ഭയപ്പെടേണ്ടതായിട്ട് ഒന്നുമില്ല. ശിവശങ്കറിനെതിരെയുള്ള കേസ് അന്വേഷണവും സർക്കാരും തമ്മിൽ ബന്ധമില്ല എന്ന് കാനം രാജേന്ദ്രൻ അടക്കമുള്ളവർ പറയുമ്പോഴും അതൊരു പോയിന്റ് പോലും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല പ്രതിപക്ഷം എന്നുള്ളത് വ്യക്തമാണ്. ഈ നിമിഷം വരെയുള്ള പ്രതികരണങ്ങളെല്ലാം മുഖ്യമന്ത്രിക്ക് എതിരെ വരെ കൂടുതൽ ആരോപണങ്ങൾ ശക്തമാക്കിക്കൊണ്ട് കൂടുതൽ ചോദ്യശരങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള UDF നേതാക്കളുടെ ഭാഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. ഏത് രീതിയിലേക്ക് രാഷ്ട്രീയ സാഹചര്യം മാറുന്നു എന്ന് കൂടിയാണ് വിലയിരുത്തേണ്ടത് ഇപ്പോൾ. അപർണ, സ്വർണ്ണക്കടത്ത് കേസ് വന്നത് മുതൽ മുഖ്യമന്ത്രി തന്നെയാണ് കേന്ദ്ര ഏജൻസികളുടെ ലക്ഷ്യം. സ്വാഭാവികമായും പ്രതിപക്ഷവും അതുതന്നെയാണ് ആദ്യഘട്ടം മുതൽ ലക്ഷ്യമിട്ടത്. പക്ഷേ ഇപ്പോൾ സർക്കാരിന്റെ പ്രതിരോധം നേരത്തെ തന്നെ, ഇത് പുതിയതൊരു സംഭവമല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏകദേശം 3 വർഷം മുമ്പുള്ള സംഭവമല്ലേ, അന്ന് മുതൽ ഉയർന്ന ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് പുതുതായി ഒന്നുമില്ല. അതുകൊണ്ട് സർക്കാരിന് ഭയപ്പെടാൻ, ആശങ്കപ്പെടാൻ, സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ തക്ക ഒന്നും ഈ വിഷയത്തിലില്ല എന്ന പ്രതികരണമാണ് ഇതുവരെ സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്നും ഇടതുമുന്നണിയിൽ നിന്നും. ഞാൻ തിരികെ എത്താം അരുൺ. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം M ശിവശങ്കർ പുറത്തേക്ക് ഇറങ്ങുന്നു. സ്വാഭാവികമായും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുകയില്ല എന്നുള്ളത് കൂടി വ്യക്തമാണ്. ഒരേ ഒരു ചോദ്യം മാത്രമേ ശിവശങ്കറോട് നമ്മൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. രാഷ്ട്രീയ ഇടപെടൽ നടന്നിട്ടുണ്ടോ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് പോലും വ്യക്തമായി അല്പം മുൻപ് ആണ് അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയത്. 4ാം തവണയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഇന്നലെ തുടർ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഏറെ നിർണായകമായ ഒന്നുകൂടിയായി മാറിയിരുന്നു. കേസിൽ ലൈഫ് മിഷൻ കോഴ കേസിൽ 5ാം പ്രതിയായിട്ടാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ED രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് VV അരുണിലേക്ക് രാഷ്ട്രീയ വിശകലനങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് അരുൺ തുടരാം. അതുകൊണ്ട് തന്നെ സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒന്നായി ഈ വിഷയത്തെ, ഈ അറസ്റ്റോ അന്വേഷണമോ ഇല്ല എന്നൊരു പ്രാഥമിക വിലയിരുത്തലാണ്, പ്രതികരണമാണ് സർക്കാരിൽ നിന്നും ഇടതുമുന്നണി കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. കാനം രാജേന്ദ്രനാണ് ആദ്യം പ്രതികരിച്ചത്. അദ്ദേഹം ഈ അന്വേഷണത്തെ തള്ളിപ്പറയാൻ തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം അന്വേഷണം നടക്കട്ടെ, ED നേരത്തെ പലതവണ കേന്ദ്ര ഏജൻസികൾ ഇതുപോലെ അന്വേഷണവുമായി സംസ്ഥാനത്ത് വന്നതാണ്, ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ളതാണോ എന്ന ചോദ്യത്തിന് അങ്ങനെ കരുതുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം. അന്വേഷണം തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറില്ല. പക്ഷേ പൂർണ്ണമായും ശിവശങ്കറെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ശിവശങ്കറിന്റെ അറസ്റ്റ് ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ ബാധിക്കുന്ന ഒന്നാകില്ല എന്നൊരു വിലയിരുത്തലാണ് കാനം രാജേന്ദ്രൻ നടത്തിയത്. തദ്ദേശ മന്ത്രി MB രാജേഷും ഇതും പഴയ വിഷയമാണ്, സർക്കാരിനെയോ അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയോ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് മാത്രമല്ല, സർക്കാരിന് മേൽ കരിനിഴൽ വീഴ്ത്താൻ പോലും ഈ സംഭവങ്ങൾ ഉപകരിക്കില്ല എന്ന ഒരു മുന്നറിയിപ്പ് കൂടി പ്രതിപക്ഷത്തിന് നൽകുന്നുണ്ടായിരുന്നു. ശിവശങ്കറിന്റെ അറസ്റ്റെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാത്രം കാര്യമാണെന്ന ഒരു അഭിപ്രായത്തിലേക്ക് കോഴ വാങ്ങിയിട്ടുള്ള അദ്ദേഹം തന്നെ അനുഭവിക്കട്ടെ എന്നൊരു വിലയിരുത്തലിലേക്കാണ് സർക്കാർ കേന്ദ്രങ്ങളും പോകുന്നത്. പക്ഷെ പ്രതിപക്ഷം അത്ര എളുപ്പം സർക്കാരിന് ഈ വിഷയത്തിൽ വിട്ടുകൊടുക്കില്ല, അല്ലെങ്കിൽ സർക്കാരിനെ കുറ്റവിമുക്തരാക്കാനല്ല പ്രതിപക്ഷം ശ്രമിക്കുന്നത്. പകരം സർക്കാരിനെ ഇതിലേക്ക് കൂടുതൽ പ്രതികരിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. മുഖ്യമന്ത്രിയാണ് ഇതിന് പിന്നിൽ എന്ന് സ്ഥാപിക്കുകയാണ് വീണ്ടും പ്രതിപക്ഷ നേതാവ് ചെയ്തത്. ശിവശങ്കർ രക്ഷിക്കാൻ ആദ്യഘട്ടം മുതൽ ശ്രമിച്ചത് സർക്കാരാണ്, മുഖ്യമന്ത്രിക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണെന്ന വിലയിരുത്തലാണ് പ്രതിപക്ഷവും അതുപോലെ തന്നെ BJP നേതാവ് കേന്ദ്രമന്ത്രി സഹമന്ത്രി കൂടിയ V മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെയുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സർക്കാരിനെ ലക്ഷ്യമിട്ട് തന്നെ പ്രതിപക്ഷം നീങ്ങും. ഇപ്പോൾ EDയുടെ ഈ അന്വേഷണവും ലക്ഷ്യമിടുക അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുക സർക്കാരിനെ തന്നെയാണ്. പ്രത്യേകിച്ചും ലൈഫ് ഭവന പദ്ധതി വലിയ പ്രതിസന്ധിയിലാണെന്ന, സ്തംഭനാവസ്ഥയിലാണെന്ന പ്രതിപക്ഷ ആരോപണം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും സർക്കാരിനെ വീണ്ടും പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമം ഇതിനകം പ്രതിപക്ഷം ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ ഇപ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുസ്സൂചനകൾ അല്ലെങ്കിൽ സർക്കാരിനെ ഏതെങ്കിലും ബാധിക്കുന്ന വിഷയമായി ഇതിനെ ഇപ്പോൾ കാണുന്നില്ല. അരുൺ, CBI അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് ഇതേ കേസിൽ തന്നെ ചോദ്യം ചെയ്ത് വിട്ടിരുന്നു. അന്ന് അറസ്റ്റിലേക്ക് കടന്നിട്ടില്ല. ഇനിയിപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഉറ്റുനോക്കേണ്ടത് CBIയുടെ അടുത്ത നീക്കം കൂടി ഇതിനകത്ത് വരുന്നുണ്ടോ, അതോ ഒരു സാമ്പത്തിക ഇടപാട് എന്ന രീതിയിൽ അത് എൻഫോഴ്സ്മെന്റിന്റെ ചോദ്യം ചെയ്യലും അറസ്റ്റ് രേഖപ്പെടുത്തലും ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് CBI കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണല്ലോ പ്രതിപക്ഷം പ്രധാനമായും ഇപ്പോൾ ഉന്നയിക്കുകയും മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും വലിയ ആയുധമായി മാറ്റുകയും ചെയ്തിരിക്കുന്നത് ആരോപണ ശരങ്ങളിലൂടെ. CBI അന്വേഷണവും ഈ ഘട്ടത്തിൽ എത്രത്തോളം നിർണായകമായി മാറുന്നു? EDയുടെ ഈ അന്വേഷണം കൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കില്ലെന്ന് സർക്കാരും മനസ്സിലാക്കുന്നുണ്ട്. സ്വാഭാവികമായും
കൂടുതൽ അന്വേഷണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകും. ആ അന്വേഷണം CBI അടക്കം ഇനി ശിവശങ്കറിനെ ഈ കേസിൽ ചോദ്യം ചെയ്യുകയും അറസ്റ്റിലേക്ക് പോവുകയും ചെയ്യും. അതും സ്വാഭാവികമായും സർക്കാരിനെതിരെയുള്ള ഒരു ആരോപണമായി മാറുമെന്നും സർക്കാർ കരുതുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇതിനെ ഈ ഘട്ടത്തിൽ ശിവശങ്കറിനെ പ്രതിരോധിക്കേണ്ട എന്ന് തന്നെയാണ് സർക്കാർ നിലപാട്. സർക്കാരിന് പുറത്തു നടന്ന കാര്യങ്ങളാണ് ഇപ്പോഴത്തെ കോഴ ആരോപണം എന്നാണ് നേരത്തെ മന്ത്രി MP രാജേഷ് പ്രതികരിച്ചത്. സർക്കാരിന് ഒരു തരത്തിലും ഇത് ബന്ധമുള്ള കാര്യമല്ല. അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ സർക്കാരിന് ഈ കാര്യങ്ങളിൽ സർക്കാരിന് ഇടപെടേണ്ടി വന്നതിന്. പക്ഷേ അത്തരത്തിൽ ഒരു തരത്തിലുള്ള ബന്ധവും സർക്കാർ ഇതുമായി ഇല്ല. ശിവശങ്കർ ഏതെങ്കിലും തരത്തിൽ ലൈഫ് പദ്ധതിക്ക് വേണ്ടി കോഴ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന് വേണ്ടിയല്ല എന്ന് തന്നെ MP രാജേഷ് വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ശിവശങ്കർ ഇത് അനുഭവിക്കട്ടെ എന്നൊരു നിലപാടിലാണ് സർക്കാർ കേന്ദ്രങ്ങൾ ഉള്ളത്. പക്ഷേ അങ്ങനെ മാത്രം പറഞ്ഞൊഴിയാൻ കഴിയുന്ന ഒരു പദവിയിലായിരുന്നില്ല ഈ ലൈഫ് കോഴ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആരോപണങ്ങൾ ശരിയെങ്കിൽ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാകുമ്പോൾ ശിവശങ്കറിന്റെ സ്ഥാനം സർക്കാരിലെ ഏറ്റവും പ്രമുഖനായ ഉദ്യോഗസ്ഥനായിരുന്നു ശിവശങ്കർ. അത്തരമൊരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ കോഴ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അധികൃത ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിന് കൂടി ആണ് എന്ന് പ്രതിപക്ഷം പറയാൻ കാരണം അതുതന്നെയാണ്. ഏതായാലും ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിലും സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന നീക്കങ്ങളാകും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാവുക. നിയമസഭാ സമ്മേളനം 27-ന് ആരംഭിക്കുന്നു. ഒരു തവണ ലൈഫ് വിഷയം സർക്കാർ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി മാറുന്നുണ്ട്. ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, അന്ന് ലൈഫിന്റെ എല്ലാമായിരുന്ന ഉദ്യോഗസ്ഥൻ അറസ്റ്റിലാണ്. EDയുടെ അന്വേഷണത്തിൽ അറസ്റ്റിലാണ്. CBI അന്വേഷണം വഴിയെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് പ്രതിപക്ഷം. ഏത് തരത്തിൽ അദ്ദേഹത്തെ സർക്കാരിനെ പ്രതിരോധിക്കാൻ ഇപ്പോഴത്തെ പ്രാഥമിക പ്രതികരണമായി മാത്രം കണ്ടാൽ മതി, സർക്കാരിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ടൊരു പ്രതിരോധമാണ് പ്രാഥമിക ഘട്ടത്തിൽ സർക്കാരിന്റെയും മുന്നണിയുടെയും ഭാഗത്ത് ഉണ്ടാകുന്നത്. അരുൺ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ഏതായാലും ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കുണ്ടെന്നുള്ള ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ വീണ്ടും. ശിവശങ്കറിന്റെ അറസ്റ്റിൽ മുഖ്യമന്ത്രി മൗനം വെടിയണം. ജനങ്ങളും പ്രതിപക്ഷവും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉത്തരം നൽകണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയും സർക്കാരും CBI അന്വേഷണത്തെ എന്തുകൊണ്ട് ഭയക്കുന്നുവെന്നും VD സതീശൻ ചോദിച്ചു. ഈ സംസ്ഥാന സർക്കാരും CBI അന്വേഷണം വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണ്! ഇതിൽ സർക്കാരിന് യാതൊരു പങ്കുമില്ല, മുഖ്യമന്ത്രിക്ക് യാതൊരു പങ്കുമില്ല എങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയും സർക്കാരും CBI അന്വേഷണത്തെ ഭയപ്പെടുന്നു? ഈ സംസ്ഥാനത്തെ ജനങ്ങളടക്കുന്ന നികുതി പണം കൊടുത്തുകൊണ്ട് ഈ ആളുകൾക്കെതിരായിട്ട് CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ വലിയ അഭിഭാഷകരെ വെച്ച് കോടികൾ മുടക്കി എന്തിന് ഈ സർക്കാർ കേസ് വാദിക്കുന്നു? മുഖ്യമന്ത്രി ഇതിനെല്ലാം മറുപടി പറയണം. മുഖ്യമന്ത്രി മൗനം പാലിച്ചാൽ പോരാ. മുഖ്യമന്ത്രിയുടെ സൗകര്യത്തിനനുസരിച്ച് ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞാൽ പോരാ. ചോദ്യങ്ങൾ ഉയരും. പ്രതിപക്ഷം ജനങ്ങളും ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. ലൈഫ് മിഷൻ കോഴയിൽ പ്രതിപക്ഷം പറഞ്ഞതെല്ലാം സത്യമായെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ലൈഫ് മിഷൻ കോഴയെന്നും ചെന്നിത്തല പറഞ്ഞു. കേന്ദ്ര ഏജൻസികൾ സത്യസന്ധമായി അന്വേഷിച്ചാൽ വസ്തുതകൾ പുറത്തു വരും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ശിവശങ്കറുടെ ഈ അറസ്റ്റ്. CPM-ഉം BJP-യും തമ്മിലുള്ള കൂട്ടുകെട്ട് കൊണ്ടാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ലൈഫ് മിഷൻ കേസും ഒക്കെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയത്. ഇനിയെങ്കിലും ആ കൂട്ടുകെട്ട് അവസാനിപ്പിച്ച് സത്യസന്ധമായ അന്വേഷണം. ഇപ്പോൾ K. മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക്. സൈലൻസ് മനസ്സിലായില്ല. ഇപ്പോ രണ്ടാമതും ED രംഗത്ത് വരുമ്പോൾ ഇപ്പോഴും ഞങ്ങൾക്ക് ഈ അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് പോകുന്നുള്ള വിശ്വാസമില്ല. കാരണം ഈ അന്തർധാര ഇപ്പോഴും ഉണ്ട്. BJP-യും മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള അന്തർധാര കേരളത്തിൽ വളരെ വ്യാപകമാണ്. ഇപ്പം തന്നെ കഴിഞ്ഞ ഏതാനും മാസത്തെ സംഭവങ്ങൾ നോക്കിയാൽ പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ്സുകാരെയും യൂത്ത് ലീഗുകാരെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ ലക്ഷങ്ങൾ നഷ്ടമുണ്ടാക്കി വെച്ചവരെയൊക്കെ മന്ത്രിമാരാക്കിയിരിക്കുകയാണ് ഈ സർക്കാർ. അതേസമയത്ത് K. സുരേന്ദ്രനെതിരായി ഇത്രയും വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. മാത്രമല്ല ഫേസ്ബുക്കിൽ ഗാന്ധിജിയെ കൊന്ന RSSകാരനാണെന്ന് പറഞ്ഞപ്പോൾ പോലീസ് വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് അയാളെ കസ്റ്റഡിയിലെടുത്തത്. എൻ്റെ നിയോജകമണ്ഡലത്തിൽ തന്നെ തലശ്ശേരിയിലെ പന്നിയന്നൂർ പഞ്ചായത്തിൽ ക്ഷേത്രം സംബന്ധിച്ച തർക്കത്തിൽ കോൺഗ്രസും BJP-യും തമ്മിലാണ് തർക്കം. പക്ഷേ
വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് പോലീസ് കോൺഗ്രസ്സുകാരെ കസ്റ്റഡിയിലെടുക്കുന്നത്. പല രാത്രി കാലങ്ങളിൽ ചെന്ന് ഞങ്ങളെ പ്രവർത്തകരെ പിടിച്ചുകൊണ്ടുപോകാം. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നൊരു പ്രവണത ഇവർ തമ്മിൽ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഇഡിയുടെ വരവ് ഇത് കാര്യങ്ങൾ പൂർത്തീകരിക്കുമോ, യഥാർത്ഥ കുറ്റവാളികൾ പുറത്തു വരുമോ എന്ന് ഇപ്പോഴും പറയാൻ സാധ്യമല്ല. പക്ഷെ ഇതുവരെയുള്ള ഒരു സാഹചര്യം നോക്കിയാൽ മുഖ്യമന്ത്രി ഏതായാലും ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അതാണ് പാർട്ടി നിലപാട്, അതാണ് UDFന്റെ നിലപാട്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണം. കാരണം ഒന്നുകിൽ മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്ന വരെ മുഖ്യമന്ത്രിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാലും അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. ഇവിടെ പാമോയിൽ കേസിലും ചാരക്കേസിലൊക്കെ കെ കരുണാകരൻ്റെ രാജി ആവശ്യപ്പെട്ട ആളാണ് പിണറായി വിജയൻ. ഇപ്പോൾ വ്യക്തമായിട്ടുള്ളൊരു എവിഡൻസോട് കൂടിയിട്ട് ED അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തമില്ലേ അദ്ദേഹത്തിന്? അല്ല, ഞങ്ങൾ പറയുന്നത് ഇതിനെക്കുറിച്ചൊക്കെ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണം. ED ആണെങ്കിലും CBI ആണെങ്കിലും കോടതിയുടെ മേൽനോട്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഈ അന്വേഷണം സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ സംഭവിച്ചതുപോലെ വീണ്ടും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഇന്ത്യയിലെ BJP ഇതര മുഖ്യമന്ത്രിമാരിൽ ഒരു സൗജന്യം കേന്ദ്രം കാണിക്കുന്ന കേരളത്തിനോട് മാത്രമാണ്. കാരണം കേരളത്തിലാണ് BJPക്ക് ഒരു ബെനിഫിറ്റ് കിട്ടാത്തത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ നല്ലൊരു ആയുധം മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്ന് BJPക്ക് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കോടതിയുടെ മേൽനോട്ടം വേണം. ഏത് അന്വേഷണമാണെങ്കിലും, ഏത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാലും കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിച്ചില്ലെങ്കിൽ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരം പുറത്തു വരില്ല. കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുമ്പോൾ CPM-ഉം BJP-യും തമ്മിലുള്ള രഹസ്യ അന്തർധാര കേസ് അന്വേഷണത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ED ആയാലും CBI ആയാലും കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസിന് പറയാനുള്ളത് എന്നുകൂടിയാണ് കെ മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും അറസ്റ്റിൽ ശിവശങ്കറിനെ ന്യായീകരിക്കാതെയായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം. അറസ്റ്റ് സ്വാഭാവിക നടപടിയാണ്, ശിവശങ്കർ ഇടതുമുന്നണിയുടെ ഭാഗമല്ല എന്നും കാനം പ്രതികരിച്ചു. ഒരു കേസ് അന്വേഷിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പല നടപടികളുണ്ടാവും. അറസ്റ്റ് ഒരു സർക്കാരിനെ സംബന്ധിച്ച് തിരിച്ചടിയല്ലേ? സർക്കാരിന് അങ്ങനെ ഒരു ഇത് പ്രത്യേകിച്ച് തിരിച്ചടിയുടെ ഒരു പ്രശ്നമൊന്നുമില്ല. ഒരു കേസ് ഒരു ഏജൻസി അന്വേഷിക്കുകയാണ്. അന്വേഷിക്കുമ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പല നടപടികളും സ്വീകരിക്കും. സർക്കാരിനെ ബാധിക്കില്ല ഈ അന്വേഷണം? ഈ അന്വേഷണം ഒന്നും സർക്കാരിനെ ബാധിക്കുന്ന പ്രശ്നമില്ല. ഇടതുമുന്നണി അറസ്റ്റിനെ പ്രതിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കേസ് അന്വേഷിക്കേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ല. ഇടതുമുന്നണിയുടെ ഭാഗമല്ല ശിവശങ്കർ. എന്ത് സംഭവിച്ചാലും ലൈഫ് പദ്ധതിയുമായി മുന്നോട്ടെന്ന് മന്ത്രി MB രാജേഷും പ്രതികരിച്ചു. ലൈഫ് സ്തംഭിച്ചിട്ടില്ല, സ്തംഭിപ്പിക്കാൻ ശ്രമിച്ചവരാണ് ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈഫ് സ്തംഭിപ്പിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചവരാണല്ലോ. ലൈഫ് നിർത്തലാക്കുമെന്ന് പറഞ്ഞവരുമാണ്. എല്ലാവർക്കും അറിയാം ആരാണ് ലൈഫ് പദ്ധതി അധികാരത്തിലെത്തിയാൽ നിർത്തലാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നത്. അത് നിർത്തലാക്കാൻ കഴിയാത്തതിന്റെ നിരാശ അവരെ സംബന്ധിച്ചുണ്ടാവും. രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളാണ്. അത് അതിന്റെ വഴിക്ക് പോട്ടെ. സർക്കാരിന്റെ ലക്ഷ്യം എല്ലാവർക്കും അടച്ചുറപ്പുള്ള സുരക്ഷിതമായിട്ടുള്ള വീട് ലഭ്യമാക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകും. ലൈഫ് മിഷൻ കേസിലെ ED നടപടി കേന്ദ്ര ഏജൻസികളുടെ വിശ്വാസ്യത അരക്കിട്ടുറപ്പിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. അഴിമതിയും കള്ളപ്പണ ഇടപാടും നടത്തുന്നവർ എത്ര ഉന്നതരായാലും അഴിയെണ്ണുമെന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കുന്നതാണ് ശിവശങ്കറിന്റെ അറസ്റ്റ്. കേസ് എവിടെ പോയി, ഇടനിലക്കാർ ധാരണയാക്കിയില്ലേ എന്ന് ചോദിച്ചവർക്ക് ഇപ്പോൾ ഉത്തരമായി എന്ന് കരുതുന്നു. ഒന്നും അവസാനിച്ചിട്ടില്ല. കോഴ ഇടപാടിൽ ഒന്നുകിൽ പിണറായി വിജയനും പങ്കുണ്ട്, അല്ലെങ്കിൽ സർക്കാരിന് കീഴിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയാത്ത പമ്പര വിഡ്ഢിയും കഴിവ് കെട്ടവനുമായ ഭരണാധികാരിയാണ് പിണറായി വിജയനെന്നും V മുരളീധരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. അറുപത് കേന്ദ്രങ്ങളിലായി NIA-യുടെ റെയ്ഡ് നടക്കുന്നു. കോയമ്പത്തൂർ കാർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ്
എറണാകുളത്തെ NIA റെയ്ഡിൽ ഒരാൾ കസ്റ്റഡിയിലായി. ആലുവ സ്വദേശി അശോകനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ വീട്ടിൽ നിന്ന് 2 മൊബൈൽ ഫോണുകളും സിം കാർഡുകളും പിടിച്ചെടുത്തു. കോയമ്പത്തൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് കേരളം, തമിഴ്നാട്, കർണാടകം എന്നിവിടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, 60 കേന്ദ്രങ്ങളിൽ ഒരേ സമയം നടക്കുന്ന റെയ്ഡ് എറണാകുളത്ത് നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് വിവരമാണ് ലഭ്യമാകുന്നത് ഇപ്പോൾ? അപർണ, ദക്ഷിണേന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലായാണ് NIA റെയ്ഡ് നടക്കുന്നത്. കേരളം, തമിഴ്നാട്, കർണാടകം എന്നിവിടങ്ങളിൽ. ഇതിൽ തമിഴ്നാട്ടിൽ നടക്കുന്ന റെയ്ഡ് കോയമ്പത്തൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടും കേരളത്തിൽ നടക്കുന്ന റെയ്ഡ് മംഗളൂരു സ്ഫോടനവുമായി ബന്ധപ്പെട്ടും ആണ്. മംഗളൂരു സ്ഫോടന കേസിലെ പ്രതിയായ ഷാരിഖ് കേരളത്തിൽ എത്തിയിരുന്നു എന്ന ചില വിവരങ്ങൾ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിനും ഒപ്പം NIAയ്ക്കും ലഭിച്ചിരുന്നു. ഇയാൾ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ചും കൊച്ചിക്കടുത്തുള്ള മട്ടാഞ്ചേരി, എടത്തല, ആലുവ തുടങ്ങിയ ഇടങ്ങളിലെത്തി വിവിധ ആളുകളുമായി ആശയവിനിമയം നടത്തുകയും ചില ഇടങ്ങളിൽ താമസിക്കുകയും ചില സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു തുടർ നടപടി എന്ന രീതിയിലാണ് ഇന്നത്തെ പരിശോധനകൾ നടന്നത്. രാവിലെ 10:00 ആലുവ DYSP ഓഫീസിന് സമീപമുള്ള പൗർണമി നഗർ ജവഹർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന വീട്ടിൽ നിന്നാണ് അശോകൻ എന്നയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിണ്ടി അശോകൻ എന്ന പേരിലാണ് ഈ പോലീസ് രേഖകളിലൊക്കെ ഇയാൾ അറിയുന്നത്. ഇയാളുടെ വീട്ടിൽ നിന്നും 2 മൊബൈൽ ഫോണുകളും 2 സിം കാർഡുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ആധാർ ഒപ്പം പാൻ കാർഡ് തുടങ്ങിയ തിരിച്ചറിയൽ രേഖകളും ഇവിടെ നിന്നും പിടിച്ചെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിനായി കടവന്ത്ര NIA ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. ഇയാളെ ഇപ്പോൾ NIA ചോദ്യം ചെയ്തു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആലുവ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ പണം വെച്ചുള്ള ചീട്ടുകളി, മറ്റ് ചില കുഴൽപ്പണ ഇടപാടുകൾ തുടങ്ങിയവയൊക്കെയാണ് ഇയാൾക്കെതിരെ നേരത്തെ ചാർത്തപ്പെട്ടിട്ടുള്ള കുറ്റങ്ങൾ. സാമ്പത്തിക ഇടപാടുകൾ പലയിടങ്ങളിലായി ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നും കണ്ടെത്തുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഈ മുഖ്യപ്രതിയുമായി ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെ പേരിലാണോ ഇപ്പോഴത്തെ ഈ കസ്റ്റഡി എന്ന് നമുക്ക് കരുതാൻ കഴിയുന്നു. ഒപ്പം മറ്റ് 2 പേരെ കൂടി കസ്റ്റഡിയിലെടുത്ത ചില സൂചനകളുണ്ട്. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതിൽ ലഭിച്ചിട്ടില്ല. ആലുവ, മട്ടാഞ്ചേരി, പറവൂർ, ഇടത്തല തുടങ്ങിയ ഇടങ്ങളിലെ 5 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടന്നത്. റൈറ്റ്, MS അനീഷ് കുമാർ NIA റെയ്ഡിന്റെ വിശദാംശങ്ങൾ നൽകിയത്. ന്യൂസ് റൂം ലൈവ് വീണ്ടും ഇടവേളയിലേക്ക് പോവുകയാണ്. BBC-യുടെ ഓഫീസിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന റെയ്ഡ് തുടരുകയാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. ഒരു വ്യക്തി, ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു സംഘം എന്ന ആശയത്തിന് ഒരു രാജ്യത്തെ ഉണ്ടാക്കാനോ തകർക്കാനോ കഴിയില്ല എന്ന് മോഹൻ ഭഗവത്. പലതരം ചിന്തകളും സംയോജിപ്പിച്ചാണ് മികച്ച രാജ്യങ്ങൾ കാര്യങ്ങൾ നടപ്പാക്കുന്നത്. രാജ്യരത്ന പുരസ്കാര സമിതി സംഘടിപ്പിച്ച അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുക കൂടിയായിരുന്നു മോഹൻ ഭഗവത്. മോഹൻ ഭഗവത്തിന്റെ പ്രസ്താവനയുടെ വിശദാംശങ്ങളുമായി മനു ഭരത് നമുക്കൊപ്പം ചേരുന്നു. മനു, ഒരു വ്യക്തിയെ മാത്രം കണ്ടുകൊണ്ടല്ല രാജ്യങ്ങൾ കാര്യങ്ങൾ നടപ്പാക്കുന്നതെന്ന് പറയുന്നത്, രാഷ്ട്രീയപരമായി അത് ഏത് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു ഈ നിമിഷത്തിൽ? ഈ മോഹൻ ഭഗവത്തിൻ്റെ പ്രസ്താവന രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം BJP മോദിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നിൽ നിർത്തിക്കൊണ്ട് 2024 ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നൊരു ഘട്ടത്തിലാണ് മോഹൻ ഭാഗവത്തിൻ്റെ ഈ ഒരു പ്രസ്താവന വരുന്നത്. ഒരു വ്യക്തിയോ ഒരു ആശയമോ അല്ല ഒരു രാജ്യത്തിൻ്റെ വികസനവുമായി അല്ലെങ്കിൽ അതിൻ്റെ മുന്നേറ്റവുമായി ബന്ധപ്പെട്ടുള്ളത്. അത് നിരവധി ആശയങ്ങൾക്ക് അവിടെ അതിൻ്റെ ഒരു സമന്വയം ഉണ്ടാകണം എന്നാണ് മോഹൻ ഭാഗവത് പറയുന്നത്. ഒരു വ്യക്തിക്ക് ഒരു രാജ്യത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ ഒന്നും കഴിയില്ല. കൂട്ടായ ഒരു പ്രവർത്തനം വേണം എന്ന തരത്തിലുള്ള മോഹൻ ഭാഗവത്തിൻ്റെ ഈ പ്രസ്താവന സഗൗരവമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയായിട്ടുള്ളത്. അപർണ, മോഹൻ ഭഗവത്തിന്റെ പ്രസ്താവനയുടെ വിശദാംശങ്ങൾ കൂടിയാണ്. അത് ഏത് രീതിയിൽ രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യപ്പെടുന്നെന്ന് കൂടി മനു ഭരത് വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകൾ നോക്കാം. ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നവർ എന്ന നിലയിൽ RSSുമായി ചർച്ച നടത്തേണ്ടി വരുമെന്ന് ജമാഅത്തെ ഇസ്ലാമി ദേശീയ സെക്രട്ടറി ജനറൽ T ആരിഫ് അലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചർച്ചയുടെ 1ാം ഘട്ടമാണ് കഴിഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിച്ചതുകൊണ്ടാണ് ചർച്ചയിൽ പങ്കെടുത്തത്. വിദ്വേഷ പ്രസംഗം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയിൽ ഉന്നയിച്ചു. ജനാധിപത്യ രാജ്യത്ത് ചർച്ചകൾ ആവശ്യമാണെന്നും T ആരിഫ് അലി ഫേസ്ബുക്കിൽ കുറിച്ചു. അശ്വിൻ വല്ലത്ത് വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, അത് എത്രത്തോളം നിർണായകം കൂടിയാകുന്നു വീണ്ടും അത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ആരിഫ് അലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുമ്പോൾ? അപർണ, കഴിഞ്ഞ ജനുവരി 14 ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നത്. RSSന്റെ തെരഞ്ഞെടുക്കപ്പെട്ട 4 നേതാക്കളുമായി ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘം, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധികൾ ചർച്ച നടത്തി. ജമാഅത്തെ ഇസ്ലാമി മാത്രമായിരുന്നില്ല, മറ്റു 3 സംഘടനകൾ കൂടെ ഈ ചർച്ചയിലുണ്ടായിരുന്നു. ഇത് വിവാദമായ സാഹചര്യത്തിലാണ് T ആരിഫ് അലി, ജമാഅത്തെ ഇസ്ലാമിയുടെ നാഷണൽ സെക്രട്ടറി ജനറലാണ്, അദ്ദേഹം ഒരു വിശദീകരണവുമായി എത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ RSSുമായി കൂടിക്കാഴ്ച നടത്തിയത് വിവാദമാക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യൻ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് RSS ആണ്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ RSSുമായി ചർച്ചകൾ നടത്തേണ്ടി വരും. മാത്രമല്ല RSSുമായി നടത്തിയ ചർച്ചയിൽ വിദ്വേഷ പ്രസംഗവും വംശഹത്യയും അതേപോലെ തന്നെ ആൾക്കൂട്ട കൊലപാതകവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് RSSുമായി ഉള്ള ചർച്ചയിൽ അത് ഉന്നയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ചർച്ചയിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നയമെന്നും ടി ആരിഫ് അലി വ്യക്തമാക്കുന്നു. ഇത് പലതരത്തിലുള്ള വിമർശനങ്ങൾ RSSുമായുള്ള ചർച്ചയെക്കുറിച്ച് ഉണ്ടായിരുന്നു. അത് മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, മറ്റ് ഇടത് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. KT ജലീൽ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ വിമർശനം ഉന്നയിച്ച സാഹചര്യമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയത്. വിമർശകർ പൊതുവെ സൂചിപ്പിക്കുന്നത് മറ്റു സംഘടനകൾ സംഘപരിവാർ നേതാക്കളെ വേദിയിലേക്ക് ക്ഷണിച്ചാൽ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി തന്നെ RSSുമായുള്ള ചർച്ചയ്ക്ക് മുൻകൈയെടുത്ത് അല്ലെങ്കിൽ RSSുമായി ചർച്ച നടത്തിയത് ശരിയായില്ല എന്നുള്ള നിലയ്ക്കാണ് മറ്റു സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വരുന്ന വിമർശനം. പക്ഷേ ഇക്കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് മാത്രമാണ് എതിരെ. അക്കാര്യത്തിൽ ഈ മുസ്ലിങ്ങൾക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ മുസ്ലിം സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾ RSSന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തതെന്ന് ടി ആരിഫ് അലി വിശദീകരിക്കും. അപർണ. അശ്വിൻ വലത്ത് വിവരങ്ങൾ നൽകിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുമായി. BBC ഓഫീസിൽ ആദായനികുതി വകുപ്പിന്റെ പരിശോധന തുടരുകയാണ്. നികുതിയുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടക്കുന്നതെന്ന് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യം ഉടൻ പരിഹരിക്കപ്പെടുമെന്നും ഇന്ത്യയിലെ പ്രവർത്തനം തുടരുമെന്നും BBC പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. റെയ്ഡിനെ വിമർശിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ജേർണലിസ്റ്റും രംഗത്ത് വന്നിരിക്കുന്നു. മനു ഭരത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുമ്പോൾ, മനു, ഈ വിഷയത്തിനകത്ത് ഇന്ത്യയിൽ തന്നെ തുടരും എന്ന് പറയുന്ന BBCയെ സംബന്ധിച്ചിടത്തോളം BBC നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം അന്താരാഷ്ട്ര മാധ്യമ കൂട്ടായ്മയും അതിന് പിന്തുണച്ചുകൊണ്ട് BBCക്കൊപ്പമുണ്ട്. അതേസമയത്ത് ഈ BBC നിസ്സഹകരണ മനോഭാവം കാണിക്കുകയാണ് എന്നൊരു നിലപാടുമായി IT ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ളവർ ഒരു വിശദീകരണം നൽകുകയും ചെയ്തിരിക്കുന്നു. ഇത് ഏത് രീതിയിലാണ് ഇപ്പോൾ ഒരു സാഹചര്യം? ഇത് 2012 തൊട്ട് ഈ ആദായ നികുതിയെ സംബന്ധിച്ചും അതുപോലുള്ള മറ്റ് നികുതി ഇടപാടുകളെ സംബന്ധിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ നൽകണം എന്ന് തുടരെ BBC-യോട് ആവശ്യപ്പെടുകയും അത് ലംഘിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ആദായ നികുതി വകുപ്പിൻ്റെ ഒരു വിശദീകരണം. ആ സാഹചര്യത്തിലാണ് ആദായ നികുതി വകുപ്പ് ഇത്തരത്തിൽ ഒരു സർവേക്ക് തയ്യാറായത് എന്നാണ് അവരുടെ അധികൃതർ വ്യക്തമാക്കുന്നത്. ഇന്നലെ 11 മണിക്ക് ആരംഭിച്ച BBC ഓഫീസുകളിൽ ആരംഭിച്ച സർവേ ഇന്നും തുടരുകയാണ്. രാത്രിയും അത് തുടർന്നിരുന്നു. അവിടെ ജീവനക്കാരുടെ മൊബൈൽ ഫോണുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതുപോലെ ധനകാര്യ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കമ്പ്യൂട്ടറുകൾ ഇതെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തൊക്കെ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പട്ടിക ആദായ നികുതി വകുപ്പ് പുറത്തുവിടും എന്നാണ് കരുതേണ്ടത്. അതോടൊപ്പം തന്നെ BBC ആകട്ടെ ആദായ നികുതി വകുപ്പ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം വ്യക്തിപരമായ വരുമാന കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ല എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് പ്രതികരിക്കരുത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും പലയിടങ്ങളിൽ നിന്ന് ഈ പ്രതികരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അമേരിക്ക ഈ വിഷയം സഗൗരവം വീക്ഷിക്കുന്നതായി വ്യക്തമാക്കുന്നു. ഇപ്പോഴൊരു നിലപാട് പറയാനാകില്ല എന്നാണ് അമേരിക്കയുടെ ഒരു പ്രതികരണം. അതേസമയം ലോകമെമ്പാടുമുള്ള സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ ബഹുമാനിക്കുന്നു എന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് മാധ്യമ സംഘടനകളും ഇത് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു കടന്നുകയറ്റമായാണ് ഈ നീക്കത്തെ വിലയിരുത്തുന്നത്. അതേസമയം BBC-ക്കെതിരെ കർശനമായ നിലപാടാണ് BJP സ്വീകരിക്കുന്നത്. BBC-യുടെ ഭാഗത്തുനിന്ന് വ്യക്തമായ നിയമലംഘനങ്ങൾ ഉണ്ടായി എന്നാണ് BJP നേതൃത്വം ആരോപിക്കുന്നത്. മനു ഭരത് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പൂരം. വാശിയേറിയ പോരാട്ടം നടക്കുന്ന ത്രിപുരയിൽ നാളെ വോട്ടെടുപ്പ്. BJP IPFT സഖ്യത്തിനും CPM കോൺഗ്രസ് സഖ്യത്തിനും പുറമെ തിപ്രാമോത്ത പാർട്ടിയും പ്രചാരണ രംഗത്ത് ശക്തമായിരുന്നു. 50-ലധികം സീറ്റുകൾ നേടി അധികാരം നിലനിർത്തുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണ BJPക്ക് പോയ കോൺഗ്രസ് വോട്ടുകൾ മടങ്ങിവരുമെന്നും ഇടത് കോൺഗ്രസ് വോട്ടുകൾ ഒപ്പം നിർത്താനായാൽ BJPയെ പരാജയപ്പെടുത്താനാകുമെന്നുമാണ് കോൺഗ്രസ് CPM നേതാക്കളുടെ പ്രതീക്ഷ. 42 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന തിപ്രാമോത്ത പിടിക്കുന്ന വോട്ടുകളായിരിക്കും ത്രിപുര വിധിയിൽ നിർണായകമാകുക. ത്രിപുരയിൽ BJPയുടെ പ്രകടനം ഒറ്റയക്കത്തിലൊതുങ്ങുമെന്ന് കോൺഗ്രസ് നേതാവ് സുദീപ് റോയ് ബർമൻ ന്യൂസ് 18നോട്. കോൺഗ്രസ് അനുഭാവികൾ BJPക്ക് വോട്ട് ചെയ്യുമെന്ന് BJP നേതാക്കൾക്ക് സ്വപ്നം കാണാം. ത്രിപുരയിൽ BJPയെ പിഴുതെറി. BJP ഭരണത്തിൽ അസാധാരണ സാഹചര്യം ഉടലെടുത്തതുകൊണ്ടാണ്
CPM-ഉമായി സഹകരിക്കാനുള്ള അസാധാരണ തീരുമാനമെടുക്കേണ്ടി വന്നത്. സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. തിപ്രാമോത്തയ്ക്കായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നും സുദീപ് റോയ് ബർമൻ ന്യൂസ് 18-നോട് പറഞ്ഞു. The most striking feature of Tripura election this time is the left Congress seat sharing. And another interesting thing always with Congress is Agartala, the capital of the city, is such a seat which has gone to 6 times Congress MLA Sudeep Roy Burman, who once switched to BJP and then again came back to Congress. He is with us. Sudeep, tell us that, there were hiccups in your seat sharing alliance, whatever. After that, Congress has sacrificed. Don't you feel bad that the Congress, being an all-India party, has sacrificed? Well, you see, the aspiration of the people, wish of the desire of the people was to ensure that there isn't any split of anti-BJP votes. Now, Congress, obviously, always had been pro-poor, pro-people, and they have sacrificed government also for peace and tranquility in Mizoram. When an elected government, the chief minister elected government was removed and Aldenga was installed by Rajiv Gandhi. The Congress is meant only for sacrifices. Yes, we have sacrificed our party's interest, but we are proud enough that we could ensure that the interest of the people is given due importance, and the result will speak of itself. Today, the Chief Minister told CNN News 18 that the Congress voters will vote for BJP because of so many long years they have been tortured by CPIM, and now they are shaking hands with CPIM. So, Congress voters are going to vote for the BJP, and also this has happened in Bengal. All these torturous people, those who have tortured, those who have murdered, they are now assets of BJP. I think realize that. Why would they vote for BJP? Because the family who had lost their near and dear ones, now those criminals and international murderers, they are now in the asset of BJP. They are very much portfolio holder of the BJP. So let them dream, let them think for another few days. They'll be completely uprooted in the state of Tripura. You mean to say they're going to go? There's going to be a change? They will land themselves in a single digit. I can surely, with my political experience, I can surely bet upon that they will land themselves in a single digit. Some of the opposition leaders are saying that you and Birojit Sinha has sold Congress to CPIM. How does it feel? There are a lot of districts where Congress seats, candidates are not there. If at all we have sold to the interest of the common people, not to anybody else. Because for us, the interest of the common people is more than the interest of the party. How does it feel to have to shake hands and have same rally with the arch rivals? An extraordinary situation cropped up in our state, where democracy has been throttled, where the constitution has become invalid, people are being tortured, common people are being tortured, they have been bullied around, government extra being looted. The extraordinary situation has cropped up, and we took an extraordinary decision to join hands to fight out this anti-people government of Tripura, that is the name of nomenclature of BJP. So we don't mind. We are working for the interest of the people. What happens? What is the chemistry between Tripura Motha and the left Congress seat sharing alliance? It's good. Pradyut Kishore Debarma is a former congressman, and we consider him to be still a congressman because he believes in the same ideology as we do. And yes. Are doors open for him? No? Obviously. He hasn't joined hands with BJP directly, though he was under immense pressure from Amit Shah ji, Modi ji and others. But he didn't join directly. But do you support Greater Tripraland? No, we don't support Greater Tripraland. We don't endorse their views. But we have got a separate view on the welfare of the indigenous people. It is a political demand, and he has got every right to raise any demand which is within the periphery of the Constitution of India. So he has demanded so, but we do not endorse his views. Seeing the topography of the Tripura being surrounded by 3 sides, a small state, we cannot divide Tripura in the name of Tripura. BJP is saying they have done a lot of development. Huge airport has come, and railways have, broad gauge has started, and national highways are there now. People in Tripura, are very, very politically conscious. People are not going to buy their theory because I don't want to get into this tussle who
during whose tenure was this airport sanctioned, during whose tenure money was allocated for the broad gauge. I don't want to get in this cobble because they did nothing for the interest of the state or for the interest of the people of the state. So they are going to face the music. If they have done so, then these nation leaders would not be a daily passenger in Tripura. It's a big demand, big claim by the 6 times MLA and the Congress big man Sudeep Roy Burman, who said that the BJP will be in single digit, and also who has stressed that this is an extraordinary situation in which there is a seat sharing, not an alliance. This is Kumalika Sengupta reporting from Agartala with Anshuman Rai for CNN News 18. വീണ്ടും ഇടവേള. ന്യൂസ് റൂം ലൈവ് തുടരും. വയനാട്ടിൽ കൂലി ചോദിച്ചതിന് ആദിവാസിക്ക് മർദ്ദനമെന്ന് പരാതി. നീർച്ചാൽ കോളനിയിലെ ബാബുവിനാണ് മർദ്ദനമേറ്റത്. കൂലി ചോദിച്ചതിനാണ് മർദ്ദിച്ചതെന്ന് ബാബു പറയുന്നു. മർദ്ദനത്തിൽ ബാബുവിന്റെ താടിയലിന് പരിക്കുണ്ട്. വിവരങ്ങളുമായി രതീഷ് വാസ്തവൻ ചേരുന്നു. രതീഷ്, വിവരം എന്താണ്? പോലീസ് വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ടോ? അപർണ, തീർച്ചയായും ഈ പട്ടികവർഗ അതിക്രമ നിയമം അനുസരിച്ച് ഈ സ്ഥലമുടമയ്ക്കെതിരെ ബാബു കുരുമുളക് കുറയ്ക്കാൻ പോവുകയും 100 രൂപ അധികം കൂടുതൽ കൂലി ചോദിച്ചു എന്ന് പറഞ്ഞാണ് ഇദ്ദേഹത്തിനെ മർദ്ദിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും ഗുരുതരമായ പരിക്ക്, പല്ലുകൾ ഇളകിയിട്ടുണ്ട്, താടിയിലിന് പരിക്കേറ്റിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ തന്നെ എസ് പ്രൊമോട്ടർ ഉൾപ്പെടെ കൊണ്ടുപോയിരുന്നു. ചികിത്സയ്ക്ക് ശേഷം ബാബു വീട്ടിലെത്തിയിട്ടുണ്ട്. എന്തായാലും ഇനിയും തുടർ ചികിത്സ ആവശ്യമാണെന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. മഞ്ഞപ്പാറ സ്വദേശി അരുണിനെ ഇത് സംബന്ധിച്ച് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. തുടർ നടപടികൾ പോലീസ് അദ്ദേഹത്തിനെ കണ്ടെത്താനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി ഇദ്ദേഹത്തെ സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തി, മദ്യപിച്ച് വീണതാണെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ തരത്തിൽ ഉടമ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയെന്നും ആക്ഷേപമുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസിന്റെ അന്വേഷണം പ്രാഥമികമായി ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പരിക്കേറ്റ ബാബു തിരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആണ് താടിയലിന് പരിക്കേറ്റുള്ളത്. രതീഷ് വാസ്തവൻ, വയനാട്ടിൽ ആദിവാസിയെ മർദ്ദിച്ചെന്നുള്ള പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ഏതായാലും വാർത്തകൾ കൂടുതൽ വിശദമായി അടുത്ത മണിക്കൂറിൽ കേൾക്കാം. വാർത്തകൾ വിശദമായി തുടങ്ങുമ്പോൾ 1 മണിക്ക് ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുകയാണ്. നമസ്കാരം.